അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وما وصلت الأملاك من بطنه أذى ولكنهم زادوه طهرا على طهري. ഈ വെയ്ത്ത നമുക്ക് ഈ വെയ്ത്ത അവസാനം എടുത്തതാണ്. അതൊന്നുകൂടി എന്ത് ചെയ്യുക, അതിനെ വിശദീകരിച്ച് എടുക്കാനും സാധിച്ചിട്ടില്ല. ബാക്കി ഇൻഷാ അല്ലാഹ്. വമാ വസലത്തുൽ അംലാക്കു, മലക്കിൻ്റെ ബഹുവചനാണ് മലായിക്കത്ത് എന്നും അംലാക്ക് എന്നും രണ്ടും പറയാം. ഇവൻ മലക്കുകൾ കുളിപ്പിച്ചിട്ടില്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുകൾ കഴുകിക്കളഞ്ഞിട്ടില്ല. മിൻ ബത്നിഹി അദൻ, മിൻ ബത്നിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റിൽ നിന്ന് അതൻ മലിന വസ്തുക്കൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് 4 പ്രാവശ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റിൽ നിന്ന് ഒരു രക്തക്കട്ട, അതായത് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 4-ാമത്തെ വയസ്സ് പ്രായമെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 3 മലായിക്കത്ത് വന്നും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാർവിടം പിളർത്തി, അങ്ങനെ മാർവിടത്തിൽ നിന്ന് ഒരു രക്തക്കട്ട നീക്കിക്കളഞ്ഞു. അങ്ങനെ വിഷയം നമ്മൾ മുമ്പ് കാലഘട്ടത്തിൽ നമ്മൾ മദ്രസ പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്നു. ആ വിഷയമാണ് ഞാൻ നിങ്ങളെ ചുരുക്കി വിശദീകരിക്കുന്നത്. അങ്ങനെ ഇന്ന ഫിൽ ജസദി മുഗത്തൻ ഇദാ സലാത്ത് സലഅൽ ജസദ് കുല്ലുഹു വൈദാ ഫസദൽ ജസദ് കുല്ലുഹു അലാ വഹിയൽ കൽബ്. ആ ഹൃദയം എടുത്ത് ആ ഹൃദയം ശുദ്ധീകരിച്ച് 3 മലായിക്കത്ത് വന്ന് അത് 4 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4-ാമത്തെ വയസ്സ് പ്രായമെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിന്നെ ഹലീമ ബീവിയുടെ ലംറത്തി എന്ന മകനും കൂടി എന്ത് ചെയ്യാം, ആടിനെ മേക്കാൻ പോകുന്ന സമയത്ത് ഫസ്റ്റിൽ അങ്ങനെ 4-ാമത്തെ വയസ്സിൽ ഒന്ന് സംഭവിച്ചു. പിന്നെ 2-ാമത്തത് 10 വയസ്സ് പ്രായമെത്തുന്ന സമയത്ത്, 3-ാമത്തത് വഹി ഇറങ്ങുന്ന സമയത്ത്, അതായത് 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയല്ലോ, അതായത് പ്രവാചകനാണ് എന്നുള്ള ആ വഹി സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ വക്കലുള്ള സന്ദേശം അറിയിച്ചു കൊടുത്തു. ആ സമയത്ത് 3-ാമത്തത് അതായത് ഹിറാ ഗുഹയിൽ ജബലുനൂർ, മക്കയിലെ ജബലുനൂർ എന്ന പർവ്വതത്തിലുള്ള ഹിറാ ഗുഹയിൽ വെച്ചും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതിക്കേൾപ്പിച്ച സമയത്ത് 4-ാമത്തത് ഇസ്രായിൻ്റെ രാത്രി, അതായത് ഇസ്രായിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് എന്ന വാഹനവുമായി വന്നു. ആ സമയത്തും അങ്ങനെ 4 സമയങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർവിടം പിളർത്തി അതിൽ നിന്ന് ഈ ഹൃദയമാകുന്ന ആ രക്തക്കട്ട ഹൃദയം എടുത്ത് അത് ശുദ്ധീകരിച്ച് അങ്ങനെ അതേ സ്ഥലത്ത് തന്നെ വെക്കുകയും ചെയ്തു. ആ സംഭവം 4 സമയങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഒമാ വസലത്തിൽ അംലാക്കു മിൻ ബത്നിഹി അദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറ്റിൽ നിന്ന് മലിന വസ്തുക്കൾ മലക്കുകൾ കഴുകി കളഞ്ഞിട്ടില്ല. വലാകിന്നഹും, എങ്ങനെ അവർക്ക് ദാതുഹു തുഹുരൻ അലാ തുഹുരിഹി, ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയത് ശുദ്ധീകരണത്തിന് കൂടുതൽ ശുദ്ധീകരണത്തിന് അത് കൂടുതലാക്കി. അടുത്ത സല്ലല്ലാഹു അലൻ നൂരില്ലദീ ളഹറ
لنا بشهر ربيع الأول اشتهرا صلى الله അള്ളാഹു തആല സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അലന്നൂരില്ലദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അല്ലദീ എങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ത്വഹറ ലനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പ്രകടമായി വെളിവായി എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിനാവി പ്രസവിക്കുന്ന ആ പ്രസവം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിവായി ബിശഹരി റബീഉൽ അവ്വൽ മാസത്തിൽ ഇസ്തഹറ എങ്ങനത്തെ റബീഉൽ അവ്വൽ മാസമാണ് അത് മഷ്ഹൂറായിരിക്കുന്ന പ്രസിദ്ധിയാർജിച്ചതായ ആ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം കൊണ്ട് നബി സല്ലല്ലാഹു തങ്ങളുടെ നൂറ് വെളിവായി. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അല്ലാഹു തആല എല്ലാ സമയത്തും ഇങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹത്തിൽ നൂറം യൗമ മൗലിദിഹി വഅസ്ബൽ കൗനു മിൻ അൻഫാസിഹി അത്റാ അല്ലാഹത്തിൽ ഭൂമി പ്രകാശിച്ചു നൂറൻ പ്രകാശത്താൽ യൗമ മൗലിദിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകുന്ന ദിവസത്തിൽ വഅസ്ബൽ കൗനു ലോകമായി മിൻ അൻഫാസിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്വസിക്കുന്നതായ ശുദ്ധവായു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധവായു ശ്വസിക്കുന്നതായ ആ സമയത്ത് രോഗങ്ങളെല്ലാമായി അത്തിറൻ എല്ലാം സുഗന്ധമായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്നതായ ശ്വാസം അത് മുഴുവനും എന്താണ്? സുഗന്ധത്തിൻ്റെ വാസനയായിരുന്നു. ഹുവല്ലദീ നറതി ദുനിയാ ബിത്വല്ലതിഹി വസിറുഹു ബിഖുലൂബിൽ ആരിഫീന സറാ. ഹുവല്ലദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലദീ ഒരു പ്രവാചകനാണ്. നാറതി ദുനിയാവ് ലോകം മുഴുവനും പ്രകാശിച്ചു. ബിത്വല്ലതിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കൽ കൊണ്ടുള്ള ആ നൂറ്, ആ സമയത്തുള്ളതായ നൂറ് പ്രകടമാകൽ കൊണ്ട് വെളിവാവൽ കൊണ്ട് ദുനിയാവ് ലോകം മുഴുവനും പ്രകാശിച്ചു. വസിറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കൽ ഫീ ഖുലൂബിൽ ആരിഫീന ആരിഫീങ്ങളായ മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് സറാ അത് നടന്നിരിക്കുന്നു. മിൻ ബത്നി ആമിനത്തിൻ ലിൽആരിഫീന ബദാ മൗലൂദു ഹുസ്നിൻ സനാഹു യുഖ്ജിലുൽ ഖമറാ. മിൻ ബത്നി ആമിനത്തിൻ ലിൽആലമീന ലോക ജനതയ്ക്ക് ലോകത്തിന് ആമിനാവിയുടെ വയറ്റിൽ നിന്ന് ആമിനാവിയുടെ ഗർഭാശയത്തിൽ നിന്ന് വയറ്റിൽ നിന്ന് മൗലിദുഹു നബി സല്ലല്ലാഹു ഹുസ്നിൻ ഭംഗിയുള്ളതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസവിക്കപ്പെട്ടതായ കുട്ടി പ്രകടമായി വെളിവായി. സനാഹു എന്നാൽ ആ കുട്ടിയെ എന്ത് ചെയ്യാം മറക്കൽ. യുഖ്ജിലുൽ ഖമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കൽ. യുഖ്ജിലുൽ ഖമറ ഖമറിനെ ചന്ദ്രനെ അതിൻ്റെ പ്രകാശം ചന്ദ്രനെ മറക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിൻ്റെ പ്രകാശം ചന്ദ്രനെ മറക്കുന്നതാണ്. അത്രക്കും പ്രകാശമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് എടുക്കാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വിഷയം
ഷറഫലനാം ബെയ്ത്തും അർത്ഥവും